പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. 2024 ഒരുപാട് വ്യക്തികൾ വ്യത്യസ്തമായ ചില ഇൻ്റർനെറ്റ് മേഖലകളിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യുകയും കമ്പനി പൂട്ടുകയും അത് നഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ ദുഃഖത്തിൽ പല വ്യക്തികളും റിയാക്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. മാനുഷികമായിട്ട് റിയാക്ട് ചെയ്യുക അതൊരു സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ ഈ റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോം സഹോദരൻ ഇത് Web3 അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. Web3 അപ്ലോഡ് ചെയ്യുന്ന രണ്ട് രീതിയുണ്ട്. ഡീസെൻട്രലൈസ്ഡ് Web3 അപ്ലോഡ് ചെയ്യുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഏത് കമ്പനിയാണോ അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ വാലറ്റിലേക്ക് നമ്മളിടുന്ന ഡിപ്പോസിറ്റും അതുപോലെ പ്രോഫിറ്റുകളും ചെല്ലുകയും നമ്മൾ വിഡ്രോൾ റിക്വസ്റ്റ് കൊടുക്കുകയും ആ റിക്വസ്റ്റ് പിന്നീട് നമ്മൾ കൊടുക്കുന്ന വാലറ്റ് അഡ്രസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. അതിന് അവരുടേതായ ഒരു ക്രൈറ്റീരിയ മാനദണ്ഡങ്ങളുണ്ട്. ചിലപ്പോൾ 24 മണിക്കൂർ, ചിലപ്പോൾ 72 മണിക്കൂർ. ഇതിനുള്ളിലാണ് നമുക്ക് വിഡ്രോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് വരുന്നത്. അതിന് അവരുടെ ഒരു വിഡ്രോൾ ഫീസുമുണ്ട്. എന്നാൽ റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോം Web3 രണ്ടാമത്തെ പൊസിഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ Web3 ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെയിൻ BNB Web3 ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഒരു വാലറ്റുമായിട്ട് Web3 വാലറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ട്രസ്റ്റ് വാലറ്റ്, അല്ലെങ്കിൽ സേഫ് പാല്, അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് തുടങ്ങിയ Web3 വാലറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആവുക. ഈ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ Web3 പ്ലാറ്റ്ഫോം നമ്മുടെ ഡിപ്പോസിറ്റുകളും നമ്മുടെ പ്രോഫിറ്റുകളുമെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്ന വാലറ്റിലേക്കാണ് വരുന്നത്. ഇതാണ് Web3 രണ്ട് പ്രത്യേകതകളെന്ന് പറഞ്ഞത്. ഒന്ന്, കമ്പനിയുടെ വാലറ്റിലേക്ക് പോകും. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. നമുക്ക് അവരുടെ സമയമനുസരിച്ച് ക്രൈറ്റീരിയ അനുസരിച്ച് വിഡ്രോൾ സാങ്ഷൻ ചെയ്യുകയും തരികയും അതിന് അവരുടെ കമ്മീഷൻ എടുക്കുകയും ചെയ്യും. ചിലപ്പോൾ 5%, 7%, 10% ഒക്കെ കമ്മീഷൻ എടുക്കുകയും ചെയ്യും. അതും Web3 ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. എന്നാൽ റെയിൻ BNB എന്ന ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം Web3 അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇത് Web3 വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. നമ്മളിതിലൊരു വാലറ്റ് കണക്ട് ചെയ്യണം. ട്രസ്റ്റ് വാലറ്റ്, അല്ലെങ്കിൽ സേഫ് പാലോ ടോക്കൺ പാക്കറ്റോ. ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റുകൾ മുഴുവൻ ഈ Web3 വാലറ്റിലേക്കാണ് വരുന്നത്. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണം ഇതിലുണ്ടായിരിക്കണം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ. അതുപോലെ നമ്മുടെ പ്രോഫിറ്റുകളെല്ലാം തത്സമയം നമ്മുടെ ഈ Web3 വാലറ്റിലേക്ക് വരുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിഡ്രോ ചെയ്യാം. ആരുടെയും അനുവാദം വേണ്ട, ആരോടും സാങ്ഷൻ വാങ്ങണ്ട, റിക്വസ്റ്റ് കൊടുക്കണ്ട. നമുക്ക് എപ്പോൾ വേണമെങ്കിലും Web3 വാലറ്റിൽ ടോക്കൺ പോക്കറ്റ്, അതുപോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന വാലറ്റ് സേഫ് പാലോ ടോക്കൺ പോക്കറ്റോ ട്രസ്റ്റ് വാലറ്റോ ഏത് തന്നെയാണെങ്കിലും അതിലേക്ക് പ്രോഫിറ്റുകൾ വരും. ഇനി മറ്റൊന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു 2 ആഴ്ച മുമ്പ് റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴും ഇവർക്ക് ഹാക്ക് ചെയ്ത മാന്യന്മാർക്ക് ഇതിൽ നിന്ന് $1 പോലും എടുക്കുവാൻ പറ്റിയില്ല. കാരണം ഇതിലെ പ്രോഫിറ്റുകൾ മുഴുവൻ നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഓരോ വ്യക്തികളുടെയും കണക്റ്റഡ് Web3 വാലറ്റുകളിലേക്കാണ് പ്രോഫിറ്റുകൾ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ പ്രോഫിറ്റ് വരുന്നത് എൻ്റെ വാലറ്റിലേക്കാണ്. ഇതിൽ ജോയിൻ ചെയ്ത ഓരോ വ്യക്തികളുടെയും പ്രോഫിറ്റുകൾ അവരവരുടെ വാലറ്റിലാണ് വരുന്നത്. ഈ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യുമ്പോഴും നമ്മുടെ വാലറ്റിൽ കിടക്കുന്ന എമൗണ്ട് ആർക്കും വിഡ്രോ ചെയ്യാൻ പറ്റുകയില്ല. കാരണം വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ 12 ഫ്രൈസ് വേണം, നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ പാസ്വേഡ് വേണം. ഇതൊന്നും ആരും കൊടുക്കുകയില്ല. അപ്പോൾ സൗണ്ടുള്ള Web3 റെയിൻ BNB എന്ന Web3 ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ആർക്ക് വേണമെങ്കിലും ധൈര്യപൂർവ്വം പ്രവേശിക്കാം. ഇതിൽ 370 രൂപ മതി. ഇന്ത്യൻ മണി 370 രൂപ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ റഫറൽ ലിങ്കിൽ 2 പേരെ രജിസ്റ്റർ ചെയ്ത് ഇതിൽ ഏകദേശം ഒരു 15 ലെവൽ വരെ ഇൻകം കടന്നു വരുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ലക്ഷങ്ങളും കോടികളുമാണ് ഇതിൽ വരുന്നത്. അത് ഒരു ദിവസം കൊണ്ടല്ല വരുന്നത്. അപ്പോൾ ഒരു 6 ലെവൽ വരെയൊക്കെ ഇതിനകത്ത് ചെറിയ എമൗണ്ടുകളാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത്. അതിനുശേഷം 7ാമത്തെ ലെവലുകൾ മുതൽ വരുന്നതെല്ലാം വലിയ ഇൻകങ്ങളാണ്. 15 ലെവലിനി 15 ദിവസം കൊണ്ട് ചെയ്യാമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. 15 ദിവസമോ അല്ലെങ്കിൽ 15 മാസമോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ 5 വർഷമോ ആയിക്കൊള്ളട്ടെ. 5 വർഷം കൊണ്ടെങ്കിലും നമ്മുടെ 15 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് വരുമ്പോൾ ഏകദേശം 40 കോടിയിൽ പരം രൂപയാണ് നമുക്ക് ഈ 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് നമുക്ക് വരുമാനമായി വരുന്നത്.
ഇനി നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് അതിൻ്റെ ഒരു 10%, 100-1 കിട്ടിയാൽ പോലും നമുക്ക് ഏകദേശം 40 ലക്ഷത്തിൽ പരം രൂപയാകും ഈ ഒരു വർഷം കൊണ്ട്. അപ്പോൾ അത് ഒരു മരം നട്ടാൽ അത് പതുക്കെ പതുക്കെ വളർന്നു വരുന്നത് പോലെയാണ് സഹോദരങ്ങളെ. ഈ RainBnB എന്ന പ്ലാറ്റ്ഫോമിൽ 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് 2 വ്യക്തികളെ നമ്മൾ റഫർ കൊടുത്തു കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ ആയിരിക്കും വളർന്നു വരുന്നത്. അപ്പോൾ ഈ വളർന്നു വരുമ്പോൾ നമ്മുടെ ഒരു തെങ്ങ് വളർന്നു വന്ന് എത്ര തേങ്ങ തരുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാനോ പ്രവചിക്കുവാനോ പറ്റുകയില്ല. പക്ഷേ അതിനൊരു സമയമെടുക്കും. ഒരു പക്ഷേ നമ്മളും ഇതിൽ കയറി 1 മാസം, 2 മാസം, 3 മാസം, 4 മാസമൊക്കെ നമ്മുടെ ട്രീ വളരുന്നതനുസരിച്ച്, നമ്മുടെ ടീം വളരുന്നതനുസരിച്ച് 6 ലെവലുകൾക്ക് വരെ ചിലപ്പോൾ ചെറിയ ചെറിയ എമൗണ്ടുകളാണ് വരുന്നത്. പക്ഷേ 7ാമത്തെ ലെവൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വരുമാനങ്ങളാണ് ഇതിൽ വരുന്നത്. 6 ലെവൽ കഴിയുമ്പോൾ പിന്നീട് $64 വീതം 64 വ്യക്തികളിൽ നിന്ന് വരും. 7ാമത്തെ ലെവൽ എത്തുമ്പോൾ $128 വീതം 128 വ്യക്തികളിൽ നിന്ന് വരും. അതിനടുത്ത ലെവലെത്തുമ്പോൾ $516 വീതം 516 വ്യക്തികളിൽ നിന്ന് വരും. അതിനടുത്തത് $1024 വീതം 1024 വ്യക്തികളിൽ നിന്ന് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ വരുമാനങ്ങൾ വരിക. 10 ലെവൽ കഴിയുമ്പോൾ നമുക്ക് RainBnBയിൽ റോയൽറ്റി ആരംഭിക്കും. പിന്നീട് 15ാമത്തെ ലെവലൊക്കെ എത്തുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഇന്നുവരെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത, ചിന്തിക്കാത്ത രീതിയിലുള്ള വരുമാനങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് ലഭിക്കുന്നതും അനേകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, ഇതിൽ 4 കോടി രൂപ വരെ RainBnBയിൽ നിന്ന് വിഡ്രോ ചെയ്ത വ്യക്തികളുണ്ട്. അപ്പോൾ ഇതിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ നമുക്ക് സമ്പാദിക്കാം. ഇത് സ്വപ്നം കാണണ്ട, മറിച്ച് നമ്മൾ 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് നമ്മുടെ റഫറൽ ലിങ്ക് എടുത്ത് നമ്മൾ 2 പേരെ കൂടെ റഫർ ചെയ്യുക. റഫർ ചെയ്യാവുന്ന വ്യക്തികളെ മാത്രം ജോയിൻ ചെയ്യിച്ചാൽ മതി, അല്ലാത്തവരെ ചെയ്യിക്കണ്ട. ഓക്കെ സാറേ, ഇതിൽ നമ്മൾക്ക് ഈ 2 പേരെ റഫർ ചെയ്തുകൊണ്ട് അവരെയും പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം. ഇതിൻ്റെ ട്രീ 2 മെട്രിക്സിൽ 15 ലെവൽ എത്തുമ്പോൾ നമുക്കൊരു 7 ലെവലൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് വരാൻ പോകുന്ന വരുമാനങ്ങൾ വലിയ വരുമാനങ്ങളാണ്. പല വ്യക്തികളും MDFE, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിക്ഷേപിച്ച് പണങ്ങൾ നഷ്ടപ്പെട്ട അതിൻ്റെ ദുഃഖത്തിലൊക്കെയാണ് പല വ്യക്തികളും. മറ്റുള്ളവരെ പഴി പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. അവർക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ മനസ്സിലാവാത്തത് കൊണ്ടാണ്. കാരണം MDFE, ലൈഫ് സ്റ്റൈലൊക്കെ പ്രോഫിറ്റ് വരുന്നതും അവരുടെ അക്കൗണ്ടിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പൂട്ടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ മുതലും എല്ലാം നമുക്ക് നഷ്ടമാകും. എന്നാൽ ഈ RainBnBയിൽ കണക്ട് ചെയ്യുന്ന നമ്മുടെ Web3 വാലറ്റിലേക്കാണ് നമ്മുടെ പ്രോഫിറ്റുകൾ വരുന്നത്. ഇതാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രോഫിറ്റുകൾ വരുന്നത് നമ്മുടെ Web3 വാലറ്റുകളിലേക്കാണ്. ഈ Web3 വാലറ്റുകളിലേക്ക് പ്രോഫിറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇത് കമ്പനി എന്ന് പൂട്ടിയാലും ആ പൂട്ടുന്ന സമയം വരെയുള്ള പ്രോഫിറ്റുകളെല്ലാം നമുക്ക് വരും. നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്ത വ്യക്തികൾക്കും പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതിൽ ധൈര്യപൂർവ്വം കയറുക. നമ്മൾക്ക് 2 പേരെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത പണം നമ്മുടെ ആ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു 6 ലെവൽ വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. 7ാമത്തെ ലെവൽ പോലും നമുക്ക് നല്ല എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുവാൻ ആരംഭിക്കാം. ഇന്ന് രജിസ്റ്റർ ചെയ്തില്ല, 2 പേർ റെഫർ ചെയ്യാതെ സ്വപ്നം കണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. തെങ്ങും തൈ നടാതെ മുറ്റത്ത് തെങ്ങ് വളരുന്നത് നോക്കിയിരുന്ന് തേങ്ങ ഇടുന്നത് നോക്കിയിരുന്നാൽ തേങ്ങ കിട്ടില്ല. കാരണം നമ്മൾ തെങ്ങും തൈ നടണം. ഇതുപോലെ RainBnBയിൽ 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്ത് 2 റഫർ ചെയ്യുക. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. എത്ര വേണമെങ്കിലും ഡയറക്റ്റ് റഫർ ചെയ്യാം. എന്നാൽ 2 പേരെ മസ്റ്റായിട്ടും ഓരോ അക്കൗണ്ടിൽ റഫർ ചെയ്തിരിക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട്ട് പങ്കുവയ്ക്കുക. നമ്മളൊരു 10 പേരോട് പറയുകയാണെങ്കിൽ അതിൽ പല വ്യക്തികളും ചിലപ്പോൾ 10 പേരും അതിൽ ജോയിൻ ചെയ്തെന്ന് വരും. പലർക്കും ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുകയില്ല. ഓക്കെ, ഇതിൽ വെറും തുച്ഛമായ എമൗണ്ടാണ് 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നാൽ വരുന്ന വരുമാനം വലിയ വരുമാനങ്ങളാണ് വരുന്നത്. ഇത് മനസ്സിലാക്കി ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും RainBnB എന്ന പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.